ഹായ് ഗൈസ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 85 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. നത്തിങ് ഫോൺ ഒരു റിവ്യൂ പറയാവോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയാം. എന്നിട്ട് ടെക് വീഡിയോസ് ഇഷ്ടോ? എടാ, ഇത് നത്തിങ് ഫോൺ 1 ആണോ? ഇത് കൊള്ളൂല, എടുക്കണ്ട. നത്തിങ് ഫോൺ 2 പിന്നെ കുഴപ്പമില്ല. ഇതൊക്കെ ഔട്ടായി. ഇതൊന്നും ആരും എടുക്കരുതിട്ടാ ഇനി. എന്നും ഇങ്ങനെ ക്രഞ്ച് കമന്റ്സ് വായിക്കാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ് വായിച്ചൂടെ ബ്രോ? എടാ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമന്റ് ഇട്ടാലേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. മൈക്കിന്റെ ബ്രാൻഡ് നെയിം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ കുറെ റൗണ്ട് ചോദിച്ചു. അപ്പൊ ഗൈസ്, മൈക്കിന്റെ ബ്രാൻഡ് നെയിം ആണ് ഹോളി ലാൻഡ് ലാർക്ക് M2. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മൈക്കാണ്. ഇത്തരം സാധനങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന്റെ തന്നെ ഒരു സംഭവം എക്സ്ട്രാ ഉണ്ട്, അത് ഞാൻ അതിൽ കുത്തി വെച്ചേക്കാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പെട്ടി. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ 2 മൈക്കാണ് വരുന്നത്. ഓക്കെ, ഇതൊരു മൈക്ക്, രണ്ടാമത്തെ മൈക്ക് ഞാൻ ഇവിടെ കുത്തി വെച്ചിരിക്കുകയാണ്. ഈ സംഭവം ക്യാമറയിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ളതാണ്, നമുക്ക് ആവശ്യമില്ല. ഫോണിൽ യൂസ് ചെയ്യുന്നവർക്ക് ഇതും പിന്നെ ആ ഒരു സുനാപ്പിയില് ഇതും മതി. യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് നേരെ കൊണ്ടുപോയി നമ്മുടെ ഫോണിൽ കുത്തുക. ഇത് നമ്മുടെ പഴയ ഐഫോണിന്റെ ലൈറ്റ്നിങ് കേബിൾ സെറ്റപ്പ് സാധനമാണ്. 14 പ്രോയിലൊക്കെ യൂസ് ചെയ്യാൻ. പുതിയതിന് ഇപ്പോൾ ടൈപ്പ് സി ആണല്ലോ. ഇപ്പൊ ഞാൻ ടൈപ്പ് സി ആണ് ഇപ്പോൾ യൂസ് ചെയ്തേ. ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇതിൽ വെക്കുക, ചാർജ് ചെയ്യുക. ബോക്സിൽ ഫുൾ ചാർജ് ഉണ്ടായിരുന്നു. എന്നിട്ട് മൈക്ക് എടുക്കുക. ഇതിനുണ്ട് ഒരു മാഗ്നറ്റ് സെറ്റപ്പ് ആണ്. ഇത് എടുക്കുക, ഇങ്ങനെ വെക്കുക, ഒട്ടിക്കുക. ഓക്കെ, ഒട്ടിക്കുക, ഇങ്ങനെ വെക്കുക, സിമ്പിൾ. പിന്നെ പെട്ടിയിൽ വരുന്ന സാധനങ്ങൾ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സാധനമൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ്? ഒരു മാല വരുന്നുണ്ട്. ഓക്കെ, ഈ മാല എടുത്ത് ഇങ്ങനെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. അപ്പൊ മാല പോലെ ഇടാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിന്റെ വിൻഷീൽഡ് ആണ്. ഇതിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇടല്ല, നമ്മൾ കാറ്റത്തൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ എന്നിട്ടുള്ള പിന്നെ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള സെറ്റപ്പ്. അതുകൊണ്ട ഇത് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് അതിൽ കുത്തിയിട്ട് ക്യാമറയിൽ കുത്തി വെച്ചിട്ട് ഇതിന്റെ വോളിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണ്. അതിന്റെ ആവശ്യം നമുക്കില്ല, നമ്മൾ ഫോണിലാണല്ലോ യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് ഇത് വേണമെങ്കിൽ കീറി ഈ മൈക്കും ഒട്ടിക്കാം. അപ്പൊ ഇതിന്റെ ബ്രാൻഡ് നെയിം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. ഈ മൈക്ക് ഞാൻ പറഞ്ഞില്ല, ഇത് ജസ്റ്റ് ഫോണിൽ കുത്തുക, ഇതെടുത്ത് സുനാപ്പി എടുത്ത് ഇവിടെ ഒട്ടിക്കുക. ഇതിലൊരു നോയിസ് ക്യാൻസലേഷൻ സെറ്റപ്പ് ഉണ്ട്. അത് ഈ മഞ്ഞ സ്വിച്ച് കണ്ട, ഇതും ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിസ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ആവും. അപ്പോൾ വോയിസ് ഇങ്ങനെയായിരിക്കും. ഇനി നമ്മൾ വോയിസ് ക്യാൻസലേഷൻ ഇല്ലാതെ, ഇപ്പോൾ വോയിസ് ക്യാൻസലേഷൻ പച്ചയാണ്, ഒന്നുകൂടി ഞെക്കിയാൽ ബ്ലൂ ആവും. ബ്ലൂ ആവുമ്പോൾ സൗണ്ട് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഇവിടെ നോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് തോന്നാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. ഈ മൈക്കിന്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ചാർജ് ചെയ്യേണ്ട. ഈ സെറ്റപ്പ് ആണെങ്കിൽ ഒറ്റ ചാർജിൽ 20 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. സോ ഈ പെട്ടിയിൽ ജസ്റ്റ് വെച്ചാൽ മതി. വേറെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഭയങ്കര സിമ്പിൾ യൂസ് ആണ്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ഹോളി ലാൻഡ് എന്നാണ് ഇതിന്റെ പേര്. സോ താല്പര്യമുള്ളവർ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ നാളെ ആർക്കൊക്കെ സ്കൂൾ തുറക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ തുറക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണണം. അപ്പൊ ഇന്നും കുറെ പേര് നമ്മുടെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. എന്റെ കമന്റ് വായിച്ചില്ല ചേട്ടാ, എന്റെ കമന്റ് എന്തെങ്കിലും വായിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അവരുടെ കമന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. ഹാപ്പി ഇല്ല സംസാരിച്ചധികം സമയം കളയുന്നില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ലൈക്ക് ചെയ്യണം. നിങ്ങൾ വ്യത്യസ്തമായ കമന്റുകൾ കമന്റ് ചെയ്യണം. നമ്മൾ അടുത്ത വീഡിയോയിൽ വായിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ലാലേട്ടൻ എന്താ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് തന്നെ? ചെന്നൈയിൽ മഴയാ? സുഖമില്ല, വയറ് വയ്യാത്തതാ. ഓ, അതാണല്ലോ ഇന്നലെ വാഷ്റൂമിൽ കിടന്ന് കറങ്ങണ്ടായേ. ഇംഗ്ലീഷ്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നമ്മുടെ ജാസ്മിന്റെയും അർജുന്റെയും ആ ടാസ്കിനെ അഭിനന്ദിക്കായിരുന്നു. അതായത് മറ്റേ പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഭർത്താവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഭാര്യയായിട്ട് ജാസ്മിനും അർജുനും വന്നൊരു ടാസ്ക് ഉണ്ടായില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കാണാത്തവരുതേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടിട്ട് വരാം. ഓക്കെ, ഔട്ട് കംപ്ലീറ്റ്ലി. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു എന്താണ് വൈഫിന് പറ്റിയത്? അപ്പൊ അർജുൻ കുറെ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ ലാലേട്ടൻ എന്താ അല്ല ലാലേട്ടാ, പുതിയ കോഴിയിറച്ചി മിക്സ് ആയിട്ടുള്ള ഒരു പായസം. അർജുൻ ചിക്കൻ വെച്ചിട്ട് ഒരു പായസം കഴിച്ചതാണ്, അത് വയറിന് പിടിച്ചില്ല, അതാ പറ്റിയ. ലാലേട്ടൻ മനസ്സിലായില്ല, ചിരിച്ചേക്ക. വളരെ നല്ലായിരുന്നു. അങ്ങനെ ആ ടാസ്കിനെ അഭിനന്ദിച്ച ശേഷം ലാലേട്ടൻ നേരെ പോയത് ടിക്കറ്റ് ഫിനാലയുടെ കാര്യങ്ങൾ പറയാനാണ്. ഇന്നലെ പറയാൻ വിട്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നതെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ചവിട്ട് നാടകം കൊള്ളായിരുന്നു അല്ലേ? ലാലേട്ടൻ നോറേനോട് ചോദിച്ചു എങ്ങനെ നിൽക്കാൻ പറ്റി, എങ്ങനെ നിന്നു 2.5 മണിക്കൂർ? അങ്ങനെ നിന്നു നോറ അങ്ങനെ നിന്നു ലാലേട്ടാ. ശരി, ഊരിയിട്ടിട്ട് നിന്നാരാണ്? അപ്പൊ ജിൻഡോ എന്തോ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഒരു ഷൂ ഊരിയിട്ട് ആരും ഉണ്ടായിരുന്നല്ലോ, ആരായിരുന്നു? ജിൻഡോ. ജിൻഡോ എന്താ പറഞ്ഞേ? ഒരു ഷൂ ഊരിട്ടോ, കാരണം ഇതിന് വെയിറ്റ് കൂടുതലായിരിക്കില്ല, അപ്പൊ വെയിറ്റ് വേണ്ടല്ലോ. ഓ, ജിൻഡോന് ഭയങ്കര ബുദ്ധി തന്നെ. അതായത് ഒരു കാലില് ഷൂ ഇട്ട വെയിറ്റ് ബാലൻസ് ചെയ്യാൻ, ഇതുമ്പോ ചവിട്ടുമ്പോ ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ. എന്താ ബുദ്ധി? 3 സെക്കൻഡ് ആണോ?
ഓ 3 സെക്കൻഡ് നിന്ന് അഭിഷേകിന് എന്താ സന്തോഷം. ജാസ്മിൻ എത്ര 10? 10 മിനിറ്റ് ഒന്നും നിന്നിട്ടില്ല. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു ജാസ്മിൻ എത്രയാ 10? ജാസ്മിൻ അയ്യോ ഞാൻ 10 മിനിറ്റ് ഒന്നും നിന്നില്ല ലാലേട്ടാ. 10 മിനിറ്റോ? നല്ല ആള്. 10 മിനിറ്റാ 10 സെക്കൻഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അതിലേക്ക് പോയി 2 മിനിറ്റോ അത്രേ ജാസ്മിൻ ചമ്മി ഞാൻ. നോറ എന്താണ് ഇതിന്റെ ടെക്നിക്? അങ്ങനെ നോറ എങ്ങനെയാ ജയിച്ചേ? ആവോ ലാലേട്ടൻ എങ്ങനെയോ ജയിച്ചു ഞാൻ. ടെക്നിക്ക് എന്ന് പറയാനൊന്നുമില്ല. ഞാൻ മണി കെട്ടും. ജാസ്മിൻ പൂച്ച കല്യാണം കഴിച്ചോ? എന്താ? അപ്പൊ ലാലേട്ടൻ ചോദിച്ചു പൂച്ചയ്ക്ക് ആര് മണികെട്ടും ടാസ്കില് ജാസ്മിൻ പൂച്ചനെ കല്യാണം കഴിച്ച? ഇവിടെ ലാലേട്ടൻ വന്ന് മറ്റേ വിസിൽ അടിച്ചില്ലേ? ജാസ്മിൻ കല്യാണം ഒന്നും കഴിച്ചില്ല. അയ്യോ എന്തൊരു എക്സ്പ്രഷൻ. ഞാൻ വന്നില്ല. ഞാൻ വന്നോ? ലാലേട്ടൻ ഞാനാ എപ്പോ? CID രാമദാസ്. അത് ആ CID രാംദാസ് അങ്ങനെ പറ. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഇത് കെട്ടത്തോളം എന്നൊക്കെ ഇരുന്ന് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജാസ്മിൻ പറയണ ആദ്യത്തെ 2 ടാസ്ക് ഞാൻ തോറ്റപ്പോ ഈ സായി എന്നോട് പറഞ്ഞു എനിക്ക് കിട്ടില്ല എന്ന്. എനിക്ക് ആ വാശി ഉണ്ടായിരുന്നു ലാലേട്ടാ. അത് തമാശയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സായി ഞാൻ അത് ചുമ്മാ പറഞ്ഞ ലാലേട്ട സിജോ അതെ ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കുന്നല്ലേ? ലാലേട്ടനാ ഇനിയിപ്പൊ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാലോ ജാസ്മിൻ. എനിക്ക് അങ്ങനെ ചുമ്മാ പറഞ്ഞൊന്നും തോന്നിയില്ല ലാലേട്ടാ. ഇവര് സീരിയസ് ആയിട്ട് പറഞ്ഞു എന്നെ കളിയാക്കി. എന്നിട്ടത് കിട്ടിയ അതുമില്ല. പൂച്ചയെ നല്ല ഇഷ്ടമായെന്ന് തോന്നുന്നു. ചില കമന്റുകളൊക്കെ പറയുന്ന കേട്ടു. പൂച്ചേനെ കമന്റ് അടിച്ച പറ്റി പൂച്ചേനെ പോലും വെറുതെ വിടില്ലല്ലേ. ഇതൊക്കെ സായി തങ്ങണ്ടെന്ന് പറഞ്ഞു. ജാസ്മിൻ ചിരിച്ചു. അതിനെന്താ? എന്താ കണ്ണാടിയോടെ പോയി? കണ്ണാടി ജിൻഡോ കണ്ണാടിയോടെ കണ്ണാടി പോക്കറ്റിലുണ്ട് ലാലേട്ടാ. എവിടെ? പോക്കറ്റിലാണോ കണ്ണാടി? കണ്ണിലല്ലേ? ലാലേട്ടൻ അത് ശരി. നീ പോക്കറ്റിൽ വെച്ചോണ്ടിരിക്കാനാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്ത് നിനക്ക് കണ്ണാടി വാങ്ങിച്ചു തന്നെ. നീ ഇന്നലെയൊക്കെ കണ്ണാടിയും വെച്ചോണ്ട് താങ്ക് യു ലാലേട്ടാ ഭയങ്കര സന്തോഷത്തിൽ വെച്ചപ്പോ തലവേദന ഓർമ്മണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വെക്കുന്നില്ലേ? ചുമ്മാ കാണാനല്ലേട്ടാ എനിക്ക് ഇങ്ങനെ വായിക്കാനും ഇതിനൊക്കെ. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് എടേ നിങ്ങൾ പൂച്ചയുടെ അടുത്ത് നിന്നിട്ടാണ് ഈ ഗെയിം കളിക്കേണ്ടത്. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുമ്പോ മണിയടി കേൾക്കുമ്പോ ഓടി പൂച്ചയുടെ അടുത്ത് വരണം. അല്ലല്ലോ ആ പൂച്ച പാവം. ആ പൂച്ച ഒരുപാട് കംപ്ലൈന്റ്. അതിന് ഇത് പൂച്ചയുടെ കഴുത്തിന്റെ അവിടെ ഇങ്ങനെ മാലയും പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെയാണ് ഒരു ഗെയിം കളിക്കുന്നത്. അതിന് എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ നോറ പറഞ്ഞു പൂച്ചയുടെ ചെവിയൊക്കെ പോയി ലാലേട്ടാ. ചെവി പൊളിഞ്ഞു പോയി. ചെവി പോയി. ആണോ? ആരെ ചെവി കളഞ്ഞ? നോറയാണോ? നോറയാണോ പൊട്ടിച്ചേ? പൊട്ടിച്ച് ഞാനല്ല. നോറ ഞാനല്ല. എന്നാ നോറ പറ ആരെ കളഞ്ഞേ? എന്റെ കൈയും അതും എല്ലാം കൂടി പൊടിഞ്ഞ് അപ്പുറത്തേക്ക് ഞാൻ സൈഡിലേക്കായി പോയി. അപ്പൊ നോറനെ അതെല്ലാരും കൂടി ഇങ്ങനെ ഇടിയുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ കൈ ജസ്റ്റ് ഒന്ന് തട്ടി അങ്ങനെ തെറിച്ചു ചെയ്താ. അത് ശരി. അപ്പൊ ഇതെല്ലാം നേരത്തെ ചോദിച്ച നീയാണ് കളഞ്ഞെന്ന്. അങ്ങനെ ഇരുന്നത് ഞാനല്ല പൊട്ടിച്ച, എന്റെ കൈയാണ് പൊട്ടിച്ചത്. കൈ പിന്നെ നോറയുടെ കയ്യാ. നോറയല്ലേ കളഞ്ഞ? ഐ മീൻ കൈ വിത്ത് ചെവി. നോറയുടെ കൈ കൊണ്ടിട്ടാണ് ചെവി പോയത്. എന്റെ പൊന്നോ. അവരങ്ങനെ മണി അടിക്കണേ മുമ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മണി ജിൻഡോ അടിക്കുന്നതിന് മുമ്പ് അവിടുന്ന് ഓടി വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ജിൻഡോ പറഞ്ഞു നോറയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് കയറുന്നു. നോറ അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും നിന്നിട്ടൊന്നുമില്ല. മറ്റേ കൈ പിടിച്ചിട്ട് നടന്നു പോകുന്ന പോക്കുണ്ടായിരുന്നു. നോറയ്ക്ക് അതിനെന്താ ഇത്ര ചിരിക്കാനല്ലേ? തൊട്ടിട്ട് പിന്നെ ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞ് മാറി. അത് സായി നീ വിട്ടുകൊടുക്കണ ആളല്ലേ അതാവും. കാര്യം അഭിഷേകിന് മനസ്സിലായി കളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ നിനക്ക് ബുദ്ധിന്റെ അഭിഷേക. ബാക്കിയുള്ളവർ ഉറക്കവും കളഞ്ഞു പോയിന്റും കിട്ടിയില്ല. അവൾ അറിയാവുന്ന റെഡ് ബൾബും ബ്ലൂ ബൾബും മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു അർജുനും പോയി കിടന്നുറങ്ങിയോ? ലാലേട്ട അതെ എനിക്ക് ആ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ആ സാധനം മാത്രമേ അറിയുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അവിടെ ഉറക്കോളത്തി നിന്നിട്ട് എന്താ കാര്യം? പറഞ്ഞു ജാസ്മിൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ? അപ്പൊ ലാലേട്ടൻ ചോദിച്ചു ഇത് ഭയങ്കര കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരാളുണ്ടല്ലോ ജാസ്മിൻ. ഞാനത് കേട്ടപ്പോ ഞാൻ ഒരളി ജാസ്മിൻ പറയണേ ലാലേട്ടൻ ഞാനത് കേട്ടപ്പോ തന്നെ പഠിച്ചതേ ഉരുളി ഒരളി അങ്ങനെയാണ് ഞാനത് പഠിച്ചു വെച്ചത്. അപ്പൊ ഞാൻ ഒരളി എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ബിഗ് ബോസ് പറഞ്ഞു തെറ്റിച്ച് പറഞ്ഞു കൊടുക്കാൻ പലരും ശ്രമിക്കും, നിങ്ങളത് വിശ്വസിക്കരുതെന്ന്. അതിനുശേഷം ഞാൻ ഒളരി എന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുത്തു. പക്ഷെ പറഞ്ഞു കൊടുത്തതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള സാധനം. ഞാൻ പഠിച്ചത് തെറ്റായിരുന്നു. ഒളരി എന്ന് പറയാം. ആ തെറ്റിച്ച് പറഞ്ഞു കൊടുക്കായിരുന്നു കറക്റ്റ് സാധനം. എനിക്ക് പിന്നെ മനസ്സിലായി. അത് വിറ്റായിട്ടാ. ഞാൻ ഒരാൾക്കിട്ട് പണിയാൻ നോക്കിയപ്പോ ദൈവം എനിക്കിട്ട് പണിഞ്ഞു. ആ അതാണ് നീ മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കിയപ്പോ നിന്നെ ദൈവം പറ്റിച്ചു. ഇരിക്കാം. ശ്രീതു എന്താണ് ആ ടാസ്കിൽ ജയിച്ചതാരാണ്? നമ്മുടെ ശ്രീതു. അഭിമാനമായി മാറിക്കളഞ്ഞല്ലോ. ശ്രീതു മലയാളത്തിന്റെ അഭിമാനം നീ കാത്തു. ശ്രീതു അതൊന്ന് പറഞ്ഞേ. കുതിര കുതിര അല്ല കുതിര. അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. സൂപ്പർ 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 സൂപ്പർ. ഇതിന്നൊന്ന് എടുത്തൊന്ന് പറഞ്ഞേ. പിന്നെ ഒരു ടങ് ട്വിസ്റ്റർ റൗണ്ട് ആയിരുന്നു. അപ്പൊ ഋഷി ഒരു ബൗൾ എടുത്തോണ്ട് വന്നു. അതിൽ നിന്ന് ഓരോ ലോട്ട് എടുക്കുക, ടങ് ട്വിസ്റ്റർ പറയാം. ഇഷ്ടമുള്ള എടുത്ത് പിന്നെ 5 പ്രാവശ്യം പറയണം കണ്ടിന്യൂസ് ആയി. ഋഷിക്ക് കിട്ടിയത് തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇത് സ്പീഡിൽ പറയണം. ഇങ്ങനെ പറഞ്ഞ ആർക്കും കിട്ടും. സ്പീഡിൽ പറയുമ്പോഴാണ് അതിൽ ഒരു കോമഡി വരാം.
ആ ഒന്ന് സ്പീഡിൽ പറഞ്ഞേ. ഞാൻ പറയട്ടെ, തച്ചൻ തയ്ച്ച സന്ധി, ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി തച്ചൻ ലാലോട്ടോ ഒന്നും കൂടി. പക്ഷെ സ്പീഡിൽ പറയുമ്പോൾ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ തച്ചൻ തയ്ച്ച ചന്തി, ചന്തയിൽ തയ്ച്ച ചന്തി, അങ്ങനെ വരും. അപ്പൊ അതിലെല്ലാരും ചിരിക്കും. ഇതാണ് ഇത്ര വലിയ കോമഡി ബിഗ് ബോസ് തുടങ്ങിയപ്പോ തൊട്ടുള്ള സംഭവമാണ് ഇത്. ഇത് വെച്ച് കോമഡി ഉണ്ടാക്കാം, സെറ്റ് ആക്കാം. ജാസ്മിൻ കൊള്ളാടാ മോനെ. അടുത്ത ആള് വാ, ജാസ്മിൻ വാ. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. ഇതാണ് ജാസ്മിന് കിട്ടിയ സാധനം. ഇത് സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുന്നത് നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാം. സ്പീഡിൽ പറഞ്ഞാൽ ഇത് നോക്കണ്ട. അഭിഷേക് ജാസ്മിന്റെ വായിച്ചപ്പോ തന്നെ ഇതെന്താ വരാന്ന് എനിക്കറിയാം. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന് കയറി, കുണ്ടി വണ്ടി കയറി. ഇങ്ങനെ ആവും. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്പീഡിൽ പറയണം. ലാലേട്ട കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ജാസ്മിൻ ബി ലൈക്ക്, ലാലേട്ടാ ഇത് കൂടുതൽ പറഞ്ഞ കയ്യിന്ന് കൂട്ടാ, ഞാൻ കുണ്ടി കിണ്ടി എന്നൊക്കെ പറയേണ്ടി വരും. പറയൂ. ഇത് കയ്യിന്ന് പോവാനല്ലേ ഇതൊക്കെ തരണേ. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വണ്ടി കുന്ന്. ആ വീട ചീരി. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ലാലേട്ട പറഞ്ഞു പോയിരുന്നോ, കയ്യിന്ന് കളയണ്ട. അടുത്ത ജിൻഡോ വാ. ജിൻഡോ വരൂ. ജിൻഡോ ബി ലൈക്ക്, എന്റെ അമ്മ എന്നെ പിടിച്ച് സീന്. കന്നഡയിൽ നന്നുണ്ട്, എല്ലാം നന്നുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഒന്നും അറിയാത്ത ഒരുത്തൻ ഇങ്ങനെ ഉത്തരം അറിയണ പോലെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോ ടീച്ചർ അവനെ വിളിക്കില്ലേ, അപ്പൊ അവന്റെ ഒരു എക്സ്പ്രഷൻ ഇല്ലേ, അതാണ് ഞാൻ ജിൻഡോയിൽ കണ്ടത്. പണി പാളി. കണ്ണാടിയുണ്ട്. കണ്ണാടി ഉള്ളതുകൊണ്ടേ കുറച്ച് കാര്യമായിട്ട് പറയാം. ജിൻഡോ ലോട്ട് എടുക്കാൻ വന്നപ്പോ ലാലേട്ടൻ പറയാ, ഓ ഇനി വായിക്കാൻ പറ്റില്ല എന്നുള്ള പരാതി പറയില്ല, കണ്ണാടി വെച്ചല്ലോ. ജിൻഡോ വാങ്ങിക്കണ്ടായിരുന്നത്. എന്റെ അമ്മ ഇതെന്തോ. എന്റെ അമ്മ ഇതെന്താണെന്നാണോ? അപ്പൊ ജിൻഡോ ലോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് എന്റെ അമ്മേ ഇതെന്തോന്നത് എന്ന് പറഞ്ഞപ്പോ ലാലേട്ടൻ, അതാണ് അതിൽ എഴുതിയണേ, ഇത് ഭയങ്കര തമാശ. ഇത് പേര് മണി പണി മണ്ണു പണിന്നാ. പേര് മണി എന്ന് പറഞ്ഞിട്ട് ജിൻഡോ എന്തിനാണ് ചിരിക്കണേ? എന്റെ പൊന്നി ഇതെന്തോ. എന്താണ് ജിൻഡോന് കിട്ടിയ സാധനം? പേര് മണി, പണി മണ്ണ് പണി. പേര് മണി പണി മണ്ണു പണി മണ്ണു മണി മണ്ണ് മണിയാ. ഒരു മിനിറ്റ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ ജിൻഡോ ഇങ്ങനെ സ്പീഡിൽ ചോദിച്ചോളൂ. ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ജിൻഡോ നിക്ക് അത് പറയുന്ന നിർത്ത്, എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? എന്താ ജിൻഡോ നല്ല വിശേഷം ലാലേട്ടാ. ആ ഇനി പറ ലാലേട്ടാ, പേര് മണി, മണി മണ്ണ് പണി, പണി മണ്ണു പണി. പിന്നെ ജിൻഡോ അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പിച്ച് രക്ഷപ്പെട്ട്. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു. അത് കഴിഞ്ഞ് നമ്മുടെ നോറ വന്നു. നോറയ്ക്ക് കിട്ടിയത് ഭയങ്കര സിമ്പിളാ, ഞാൻ വേണമെങ്കിൽ പറഞ്ഞു കേൾപ്പിക്കാം. മേലൊരു ചെറുതരി കുരുമുളക് ഉരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളക് ഉരുളും. കണ്ടില്ലേ, ഇത്ര ഉള്ളൂ, സിമ്പിൾ. തരി കുരുമുളക് ഉളുരു. പക്ഷെ നോറ എന്ത് ചെയ്താൽ ഞാൻ നോറയ്ക്ക് ഉരുളെന്ന് പറയാൻ കിട്ടുള്ള. കുരുമുളക് ഉളുറോ ഉളിറി. കുരുമുളക് ഉളുരും. എന്റെ നോറേ മുളക് ഉളുരും. അപ്പൊ 5 എണ്ണം പറഞ്ഞു കഴിഞ്ഞപ്പോ ജിൻഡോട്ടിന്ന് പറയാ, ലാലേട്ടാ ഒരെണ്ണം ശരിയാക്കിയുള്ളൂ നോറ. ഒരെണ്ണേ ശരിയാക്കിയുള്ളൂ. ആ ശരിയാക്കണ ആള് വന്നെന്ന് പറഞ്ഞേ. ജിൻഡോ എന്ന് പറഞ്ഞേ. ജിൻഡോ അത് വേണോ? പറഞ്ഞു നോക്ക. നോറ ഇതാണ് പറ്റിയ ഗ്യാപ്പ്, നൈസായിട്ട് മുങ്ങാം. അല്ല നോറ പോരുത്. നോറ പോവല്ലേ, പെട്ട് ഇവിടെ തന്നെ നിക്കണം. ഇയാള് പറഞ്ഞു കഴിയുമ്പോ ഞാൻ പിന്നെയും പറയേണ്ട വരും തോന്നുന്നു. കണ്ടുള്ളൊരു ചെറുതരി കുരുമുളക് ഉരുളും. ജിൻഡപ്പാ ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ ഇപ്പൊ എളുപ്പമെന്ന് മനസ്സിലായില്ലേ? ഉരുളും. ഓക്കെ കുഴപ്പമില്ല. പറഞ്ഞൊപ്പിച്ച്. പത്തനാപുരത്ത് 10 പച്ച തത്ത. അത് കഴിഞ്ഞ് വന്ന സായിയുടെ ഭയങ്കര എളുപ്പമായിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ഒത്ത് ചത്ത് കുത്തിയിരുന്നു. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. അത് കഴിഞ്ഞ് വന്നു നമ്മുടെ ശ്രീതു. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. ഇതാണ് ശ്രീതുവിന് പറയേണ്ടത്. ശ്രീതുവിന് മൂർത്തി എന്ന് പറയാൻ അറിയില്ല, എന്തായാലും ശ്രീതു കുഴപ്പമില്ലാത്ത രീതി പറഞ്ഞു. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ആരാണ് രാമമൂർത്തി? ശ്രീതു, ഒരു മനുഷ്യൻ. രാമമൂർത്തി ആരാണ്? ഒരു മനുഷ്യൻ. ആ ഫസ്റ്റ്. കൃഷ്ണമൂർത്തിയുടെ ആരാണ്? അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് കൃഷ്ണമൂർത്തിയുടെ ആരാണ് രാമമൂർത്തി? ശ്രീതു ഇത് എന്നോടാണ് ചോദിക്കുന്നത്, കൃഷ്ണമൂർത്തിനോട് ചോദിക്കും. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ അച്ഛനാണോ? ശ്രീതു ചോദിക്കുന്നത് അച്ഛനാണോ ലാലേട്ടാ? അച്ഛനാണ്. ആ ബെസ്റ്റ്. അച്ഛനാണെന്ന് പറയാൻ എന്ത് ഇത്ര ബുദ്ധിമുട്ട്? കൃഷ്ണമൂർത്തി. രാമമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി. ജാസ്മിൻ എന്തിനിപ്പോ ഇവിടെ ചിരിക്കണേ? അവള് തെറ്റിച്ചൊന്നുമില്ലല്ലോ. രാമമൂർത്തി. ശ്രീതുവിന്റെ വായേന്ന് ഈ രാമമൂർത്തി മാറ്റിയിട്ട് രാമമൂത്രി എന്ന് പറയണം. ഇതിനാണ് ഇത്ര തമാശന് കടന്ന് ഇങ്ങനെ കാണിക്കുന്നേ. ശരി ഓക്കെ മതി. അത് കഴിഞ്ഞ് നമ്മുടെ അർജുൻ വന്നു. അർജുൻ ലോട്ട് എടുത്ത വഴി. അയ്യോ
അർജുന്റെ എന്താ കേക്കട്ടെ? കേക്കാം. അന്തിക്ക് കുന്തി ദേവി അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഇതാണ് അർജുന് പറയേണ്ടത്. ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഇത്ര ഉള്ളൂ അർജുന് പറയാനുള്ളത്. അന്തിക്ക് കുന്തി ദേവി അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിലൊരു അക്ഷരം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുനും ബിഗ് ബോസും തവിട് പൊടി. അതെ, ഒന്ന് വിഷ്വലൈസ് ചെയ്തോ, ഒന്ന് വിഷ്വലൈസ് ചെയ്തൊക്കെ. ആ ലാലേട്ടാ വിഷ്വല് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. കുന്തി ദേവി ഒരു കിണ്ടി കഴുകിക്കൊണ്ടിരിക്കും. എന്റെ പൊന്നു ലാലേട്ട എങ്ങനെ വിഷ്വല് ചെയ്യണേ? അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകിയപ്പോ ലാലേട്ട അത് നമ്മള് വിഷ്വലൈസ് ചെയ്ത വേറെ ആവും. അതുകൊണ്ട് നമുക്ക് ആ രീതിക്ക് പോണ്ട. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു നിർത്താം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി വീഴുണ്ട് കുണ്ടിൽ വീണു. കിണ്ടിയിൽ നിന്നൊരു വേറെ ഇതിൽ ഇവർക്ക് കിട്ടേണ്ട ഫണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്തിക്ക് കുന്തി ദേവി കിണ്ടിക്ക് പകരം കിണ്ടി കഴുകിയിരുന്നതായിട്ട് പറയണം. അപ്പൊ അവർക്ക് ഇത് ഇങ്ങനെ ഇട്ടിട്ട് തമാശ 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 ഭയങ്കര തമാശ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രമോ ഇടണം. അത്രേ ഉള്ളൂ. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അത് കഴിഞ്ഞ് സിജു വന്നു. സിജോക്ക് ഇട്ട് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. അഭിഷേകിന്റെ കേക്കാം. ഇതിനടാ ചെറുക്ക് ഇരുന്ന് ചിരിക്കണ വേറെ ആരും ചിരിക്കണല്ലോ. പറ. ചരലുരുളുമ്പോൾ മണലുരുളൂ. അപ്പൊ അഭിഷേകിന് ഇട്ട് ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല, ചരലുരുളൂല, ചരലുരുളൂല. ഓക്കെ, ചരളുരുളൂല, ചരളുരുളൂ. ജിൻഡോയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അതൊന്നുകൂടെ ചോദിക്കൂ. ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചു. ജിൻഡോന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഫൈനലിൽ വരുമ്പോ മാത്രം പറയുന്ന ക്വസ്റ്റ്യൻ. അതൊന്ന് പറ. 25 കോഴി 6 കൂട്ടില് ഒറ്റ സംഖ്യയായിട്ട് വരുത്തണം. ഇത് നമ്മൾ ജിൻഡോ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ തന്നെ നമ്മൾ അതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 കോഴീനെ 5 കൂട്ടിലായിട്ടിടാ, എന്നിട്ട് ഈ എല്ലാ കോടും എടുത്ത് 6ാമത്തെ കൂട്ടിലിടാം. 25 കോഴി 6 കൂട്ടില് ഒറ്റ സംഖ്യയായിട്ട് വരണം. ലാലേട്ടൻ ബ്രേക്കിന് പോയി തിരിച്ചു വന്നപ്പോ നോറേനോട് ചോദിച്ചു. നോറ ആൻസർ കിട്ടിയോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ പൊന്ന് നോറ, 6 ഓഡ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഓഡ് നമ്പർ കിട്ടില്ല എന്ന് അറിഞ്ഞൂടെ? ഇത് കോമൺ സെൻസ് അല്ലേ? 5 കൂട്ടിലായിട്ട് 5 കോഴികളെ വെച്ച് ഇടും. എന്നിട്ട് വലിയൊരു കൂട് ഉണ്ടാക്കി 5 കൂട് അതിനകത്ത് ഇട്ടിട്ട് പൂട്ടും. ലാലേട്ട പെട്ടെന്ന് അറിയാണ്ട് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കറക്റ്റ് ആൻസർ. ജിൻഡോ ബി ലൈക്ക് കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ലാലേട്ടന്റെ ബുദ്ധി. അത് കഴിഞ്ഞ അടുത്ത ടാസ്കിനെ പറ്റി സംസാരിക്കായിരുന്നു. മുഖമുദ്ര ടാസ്ക്. എല്ലാവരും അറ്റാക്ക് ചെയ്യും. അതങ്ങനെയാണല്ലോ. അതെന്താ കാര്യം? അതിന്റെ ഒരു ഇത് സ്വാഭാവികം. എല്ലാവരും നമ്മുടെ പാവൻ നോറേനെ അറ്റാക്ക് ചെയ്യും. അത് തിരിച്ചൊന്നും പറയില്ലല്ലോ, പാവല്ലോ. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, ജിൻഡോ കൂടാറുണ്ടോ? ജിൻഡോ ഇല്ല ലാലേട്ടാ, ഞാൻ ആരുടെ അടുത്ത് കൂടാറില്ല. ഇല്ല, ഞാൻ ചെയ്യാറില്ല. ഇല്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ നോറേനെ അറ്റാക്ക് ചെയ്യാറില്ല ലാലേട്ടാ. ഞാൻ എല്ലാവരും അറ്റാക്ക് ചെയ്യും. അങ്ങനല്ലേ കളിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് ഒരു അറ്റാക്ക് നിങ്ങൾ തമ്മിൽ നടന്നല്ലോ അല്ലേ, അഭിഷേകും ജിൻഡോ ആയിട്ട്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞാ നിങ്ങളുടെ അറ്റാക്ക് ഞങ്ങൾ കണ്ടു. നിയന്ത്രിച്ച് അത് കളിച്ചോണ്ട് ഞങ്ങൾക്ക് പിന്നെ അതിൽ ഇടപെടേണ്ടി വന്നില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ? അതിന്റെ വിഷ്വൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ജിൻഡോനെ അഭിഷേക് പിടിച്ചു വലിച്ചു. ആ ആ ഓ സീൻ. ഞാൻ അന്ന് പറഞ്ഞില്ലേ ജിൻഡോനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയതാന്ന്. എനിക്ക് സിജോ വന്ന ഉടനെ നോറയാണ് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു മുഖമുദ്രനെ പറ്റി പറ ജാസ്മിൻ. ഇപ്പൊ ജാസ്മിൻ പറഞ്ഞു നമ്മുടെ സിജോ മാസ് കാണിച്ചു, എന്തോ ഇങ്ങനെ സാധനമൊക്കെ തിന്നിട്ട് അവിടെ ഒന്ന് നിന്നു. ഒരു മാസ് എൻട്രിയിൽ പിസ്തയൊക്കെ എടുത്ത് എല്ലാവർക്കും എറിഞ്ഞൊക്കെ കൊടുത്തു. ജാസ്മിനെ മാസായിരുന്നു, എമ്മില്ലാത്ത മാസ്. നമുക്ക് ന്യൂസിലേക്ക് പോവാം. ആ ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത മെയിൻ വെറുപ്പിക്കലാണ് ജാസ്മിന്റെ സിജോന്റെ ന്യൂസ് പ്രസന്റേഷൻ. തുടങ്ങ്. നമസ്കാരം, BB6 ന്യൂസിലേക്ക് സ്വാഗതം. അപ്പൊ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തുടങ്ങിയപ്പോ ജിൻഡോ സിഗരറ്റ് കൂട്ടി കത്തിച്ചിട്ടിട്ട് അതിന്റെ ആവി പിടിച്ചു എന്നാണ് പറയുന്നത്. 10ഓളം സിഗരറ്റ് കൂട്ടിയിട്ട് കത്തിച്ച് ആവി പിടിക്കുകയുണ്ടായി. എന്നിട്ട് അതിന്റെ ഗുണമൊന്നും കണ്ടില്ലല്ലോ എന്റെ ജിൻഡപ്പ. ഇതൊക്കെ നമ്മൾ കണ്ടതാടേ, സ്കിപ്പ് അടിക്കി ചെയ്തു. അത്ര മിടുക്കില്ല. മിടുക്കിന്ന് സ്വയം അങ്ങോട്ട് പറയാ. നമ്മുടെ ശാന്തൻ സായിയുടെ
ആ പേര് കൊള്ളാട്ടാ, ശാന്തൻ സായി. അദ്ദേഹം ഇനിയാവാൻ പോകുന്നെന്ന് കേട്ടല്ലോ തീർച്ചയായിട്ടും അദ്ദേഹം. അങ്ങനെ ഒരു ഓ, ഇനി മുനിസാമി ആവാൻ പോവാ. ശാന്തൻ സായി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കാറും എടുത്തിട്ട് അതിന് നല്ല സാധ്യത ഉണ്ട് ട്ടാ. തപസ് ചെയ്യാനായിട്ട് ഒരു മുനിയായിട്ട് മാറാനായിട്ട് അദ്ദേഹം ഇതാരാ? തപസ് ചെയ്യാനായിട്ട് ഒരു മുനിയായിട്ട് മാറാനായിട്ട് അദ്ദേഹം എല്ലാ ദിവസവും ഓരോരുത്തരാണല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടണ ബിഗ് ബോസ് ഓഡിയൻസിനെ? അർജുന്റെ പ്രാക്ക് അതായത് രണ്ടുപേരുടെ അർജുനൻ തുടങ്ങിയ പ്രാക്ക് ഇത് ജാൻമണിയുടെ ആയിട്ടായിരുന്നല്ലോ. ാണ് ഇനി നിന്ന് പുഴുക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ പോകുന്നു. കഴിഞ്ഞ ഓ ഭാഗ്യായി. ആ ദേവരുന്ന് വന്നൊരു ടാസ്ക് ഒക്കെ ലോഞ്ച് ചെയ്ത് പോയല്ലോ. ആ ടാസ്ക് മാത്രമല്ല ഒരു രാംദാസും. എന്തിനാ എന്റെ പൊന്ന് ബിഗ് ബോസ് ലാലേട്ടൻ ഇങ്ങനെ ഒരു കോമാളിയാക്കണം? എനിക്ക് അറിയാൻ പാടില്ലാത്തത് പുള്ളി ഇത് കാണുന്നില്ലേ? പുള്ളിക്ക് എന്നെ കണ്ടിട്ട് ഒന്നും തോന്നണില്ലേ? സി.ഐ.ഡി. രാംദാസ് പറഞ്ഞു സ്റ്റോർ റൂമിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, അഭിഷേകിനുള്ള ടിക്കറ്റ് ഫിനാലയുടെ സാധനം. 2 പേര് വെച്ച് 4. അടുത്ത ഗെയിം 2 പേരടങ്ങുന്ന 4 ടീമാക്കുക. സിജോ വിധികർത്താവുക. വേറൊന്നുമല്ല, കാര്യം ആരാണോ മറ്റേ ആളുടെ പുറത്ത് എഴുതണം. ലാലേട്ടൻ ബോർഡിൽ എഴുതുന്ന സാധനം നമ്മൾ പുറത്തെഴുതണം. അത് അയാള് ബോർഡിൽ എഴുതണം. സോ സിമ്പിൾ. കണ്ണ് കെട്ടും, ഹെഡ്ഫോൺ വെക്കും. ഈ എഴുതുന്ന ആളുടെ കണ്ണ് അടച്ചു കെട്ടും, ചെവിയിൽ ഒരു ഹെഡ്ഫോൺ വെച്ചു കൊടുക്കും. വേറെ ഒന്നുമില്ല. കണ്ണാടി മാറ്റിയിട്ട് കെട്ടണം. Okay, വാ. അപ്പൊ ജിൻഡോ കണ്ണട ഇങ്ങനെ ഊരാണ്, മറ്റേത് കെട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഊരി. അപ്പൊ ലാലേട്ടൻ ജിൻഡോ ഇങ്ങനെയാണ് കണ്ണട ഊരണേ. കണ്ണാടി ഊരുന്ന എങ്ങനെയാണെന്നറിയാം? ഊരി കൈവച്ച് ഊരരുത്. അല്ല ഇങ്ങനെ ഊരുമ്പോ ഇല്ലേ കുറച്ച് കഴിയുമ്പോ ആ കാല് ഇങ്ങനെ ആവും. എന്താ പോന്നോ ജിൻഡോ ബി ലൈക്ക് പുല്ല്, ഈ കണ്ണട വാങ്ങണ്ടായിരുന്നു. ഒരാളുടെ പേരാണ്. അപ്പൊ ജിൻഡോന് എഴുതാൻ കൊടുത്ത വാക്കാണ് മൃണാളിനി. തിരുത്താൻ പറ്റോ? തിരുത്താൻ പറ്റില്ല. നോറ, ഞാൻ എഴുതിയത് പുള്ളി തെറ്റെഴുതിയപ്പോ ഞാൻ തിരുത്തണോ? തിരുത്താൻ പറ്റില്ല. അടുത്ത എഴുതോ. തിരുത്താനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഗെയിം? ക്ലിയർ ആവുന്നില്ല, അതല്ലേ കളി. അത് പുറത്തെഴുതുന്നത് ക്ലിയർ അല്ല, ക്ലിയർ ആയിട്ട് എഴുത്. അത് ശരി, ക്ലിയർ ആയിട്ട് എഴുതി കഴിഞ്ഞാ പിന്നെ എന്നിട്ട് ഗെയിം. അടുത്ത എഴുതോ. ജിൻഡപ്പന ആദ്യത്തെ 2 തെറ്റിച്ചെങ്കിലും ലിനി കറക്റ്റ് ആക്കി. ലാലേട്ടൻ പറഞ്ഞത് വായിക്ക്. ഇത് വന്നാളിനി അത് എന്നിട്ട് ലാലേട്ടാ മൃളാലിനി. അത് ശരി, എനിക്ക് അത് തന്നെ വായിക്കാൻ അറിയില്ല. അപ്പോഴാണ് ഞാൻ അത് ഇവിടെ എഴുതാം. എണീറ്റിട്ടേ ജാസ്മിന്റെ അവിടെ ഇരിക്കൂ. അപ്പൊ ജിൻഡോ നോറ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ജാസ്മിനും ശ്രീതും പ്ലാൻ ചെയ്തു, ഞാൻ ഇങ്ങനെ എഴുതാം, അപ്പൊ നീ ഇങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ജാസ്മിൻ അവിടെ നിന്ന് എനിക്ക് സൈഡ് എടുത്ത് പോയിരിക്കും, അഭിഷേക് എനിക്ക് ശ്രീതുന്റെ അടുത്ത് നിന്നിരിക്കും. ജാസ്മിൻ അപ്പുറത്ത് പോകും. അത് പൊളിച്ച് ലാലേട്ടൻ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ശ്രീതു അഭിഷേകം വരൂ. അഭിഷേകും ശ്രീതുവാ. ശ്രീതുവിന്റെ കണ്ണ് കെട്ടിക്കോളൂ. ശ്രീതു കണ്ണ് കെട്ടിട്ട് അഭിഷേക് പുറത്ത് എഴുതാനാ. അതുകൊണ്ടാ ഈ പുറത്താണ് എഴുതാൻ പോണേ. ശരിക്കും തിരിച്ച് ലാലേട്ടന് 2 അക്ഷരമുള്ള വാക്ക് എഴുതിയാൽ പോലെ എഴുതാ. ഇതൊരു എസ്സേ പോലത്തെ വാക്ക്. ബാക്കിയുള്ളവർക്കൊക്കെ 4 അക്ഷരം ഉണ്ടായിരുന്നു. ഇതെത്ര 10 അക്ഷരം? നോ. മതി. സാറിന്റെ പേര് അതോ തമിഴിൽ ആകെ ലാലേട്ടൻ എഴുതാൻ അറിയുന്നത് മോഹൻലാലിനായിരിക്കൂലേ? അതായിരിക്കൂല അത് എഴുതിയേ. മോഹൻ ലാൽ. വല്ല മമ്മൂട്ടിന്ന് എഴുതിയാ പോരായിരുന്നു. അപ്പൊ 3 അക്ഷരം ഉണ്ടാവുള്ളായിരുന്നു. വെരി ഗുഡ്. അത്ര വെരി ഗുഡ് അല്ല എനിക്ക്. അഭിഷേകിന് പകരം അർജുനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആലോചിക്കുമ്പോ ഇത് കുഴപ്പമില്ല. വെരി ഗുഡ്. ഇതെങ്ങനെ നിനക്ക് ഓർമ്മ വന്നു? ശ്രീതുവിന്റെ പുറത്ത് ഇങ്ങനെ അഭിഷേകം എഴുതുന്ന ടൈമില് ജാസ്മിനും സായും പ്ലാൻ ചെയ്തു. ജാസ്മിനും ഋഷിയും വരും.
ബാ 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 അപ്പൊ ലാലേട്ടൻ ജാസ്മിനും ഋഷിയും ബാ. വലുതായിട്ട് എഴുതണേ, ഇവിടെ എഴുതണേ. എടാ നീ പുറത്ത് വലുതായിട്ട് എഴുതണേ. ഋഷി ഞാൻ ഏറ്റ്. കുറച്ചുകൂടി ചെറുതായിട്ട് എഴുത്, വലുതായിട്ട് എഴുതടാ. ഋഷി ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കുഞ്ഞതായിട്ട് എഴുതണം. ഋഷിക്ക് പുറത്ത് തൊടാനുള്ള മടി കൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ അഭിഷേക നീ അവസരം മുതലാക്കില്ലടാ പന്നി. ജാസ്മിൻ ബി ലൈക്ക് ഇത് മലയാളം തന്നെയാടേ. മലയാളം അല്ലയോ ഇത്? ആ ചേട്ടനൊന്ന് ചിരിച്ചു ചാവും. ആ ജാസ്മിൻ എഴുതി നോക്കിയേ പുതിയ ലിപി അത്. അങ്ങനെ ഒരു കണക്കിന് ജാസ്മിൻ എന്തൊക്കെ എഴുതി ഒപ്പിച്ച്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു അത് വായിക്കേ. എനിക്ക് വായിക്കാൻ പാടില്ല. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. അത് നമ്മൾ കണ്ടിട്ടില്ല. അത് ഇറാലേട്ട. ശരി. എത്ര അക്ഷരമുണ്ട് മലയാളത്തില്? എറുവിന്റെ പുതിയ ലിപി ലാലേട്ടാ ഇന്നലെ ഇറക്കിയുള്ളൂ. ഓ ഇതാണ് ഇറാണല്ലേ. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട് ജാസ്മിൻ? എനിക്ക് ഓർമ്മയില്ല. എത്ര അക്ഷരമുണ്ട് മലയാളത്തില്? അയ്യോ എനിക്ക് ഓർമ്മയില്ല. 54. 54 പറഞ്ഞു കൊടുത്ത ആള് നമ്മുടെ കാട്ടു തീസിച്ചോ 54 ഇവനൊക്കെ എവിടെ നിന്നാ വന്നെ? 54 അല്ല മൊത്തത്തിൽ കായിക ഇപ്പൊ ലാലേട്ടൻ ഇനി ഇതില് ഇത് പറയാൻ ഇത്തിരി ബുദ്ധിയുള്ള സായി പറ എത്ര അക്ഷരമുണ്ട്? എത്ര അക്ഷരമുണ്ട് മലയാളത്തില്? അയ്യോ ഞാൻ ഇംഗ്ലീഷ് മീഡിയം. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു ലാലേട്ടാ. സായി ഇംഗ്ലീഷ് മീഡിയത്തിന് മലയാളം പഠിപ്പിക്കില്ലേ? ലാലേട്ടനോടെ കളി. ലാലേട്ടൻ അത് ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് പറ. ഇംഗ്ലീഷിൽ എത്രയുണ്ട്? അയ്യോ എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയി. അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഇപ്പൊ ബിഗ് ബോസിൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിക്ക് അത് അറിഞ്ഞാൽ ശരി, മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് അറിയാം ആർക്കെങ്കിലും? 56. അപ്പൊ ജിന്റെ അവിടെ ഇരുന്ന് പറയേണ്ട 56. 56. ഓക്കെ. അയ്യോ ദൈവമേ, ഇതൊക്കെ എന്ന് കൂട്ടി? ഋഷിനോട് ചോദിച്ചു. ഋഷി 54 അല്ല 56 അല്ല ഒന്നുമല്ല, നമുക്കൊരു 53 പിടിച്ചല്ല ലേട്ടാ. ഋഷി എത്രയുണ്ട്? ഒരു 53 പിടിക്കാം. ഒരു 53. അല്ല അങ്ങനെയല്ല. അത് കഴിഞ്ഞ് സായിയുടെ പുറത്ത് അർജുന എഴുതാണ്. അപ്പൊ അർജുൻ ഇങ്ങനെ എഴുതിയപ്പോ ആദ്യത്തെ അക്ഷരം ഒന്നുകൂടി ഇത് ലാസ്റ്റ് ആണ്. മായ്ക്കുന്ന. അയ്യോ തെറ്റിപ്പോയി മാക്കിട്ടെ. എന്തോടത് ബ്ലാക്ക് ബോർഡാ? 0. അത് ശരി 0 എന്ന് വിളിച്ചു പറയണ. എന്റെ പൊന്നു സിജോ ചെവിയില് ഹെഡ്ഫോൺ അല്ലേ വെച്ചാണ്, അവൻ കേൾക്കില്ലല്ലോ. സായി 3 ചാൻസേ ഉള്ളേ. അപ്പൊ സിജോന്റെ പുറകിൽ എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് ജാസ്മിനെ വിളിച്ചു. അപ്പൊ സിജോ എഴുതാണ്. ലാലേട്ടന് തോർത്തിച്ചിരിക്ക ഇളയ പളാന്നാണ് മണ്ടന്മാർ എഴുതി വെച്ചാണ്. ഞാനിവിടെ ഹൃദയപൂർവ്വം എന്നാണ് എഴുതിയത്. അങ്ങനെ ആ റൗണ്ട് അവസാനിച്ചു. അതിനുശേഷം പിന്നെയും ഫൺ ഗെയിം. എന്റെ പൊന്നു ഇന്ന് ഫണ്ണോട് ഫൺ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ കടങ്കഥയും കുസൃതി ചോദ്യമൊക്കെ ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പല നിറങ്ങളിൽ വരുന്നു, നിറയുമ്പോൾ വലുതാകുന്നു, ഇതിന് ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. പല നിറത്തിൽ വരുന്നു ബലൂൺ. ഇതിൽ നഗരങ്ങളുണ്ട് പക്ഷെ വീടുകളില്ല, കാടുകളുണ്ട് പക്ഷെ മരങ്ങളില്ല. ഗൂഗിൾ മാപ്പ്. തോട്ടത്തിൽ ഞാൻ പച്ച, കടയിൽ ഞാൻ കറുപ്പ്, വീട്ടിൽ ഞാൻ ചുവപ്പ്. ചായപ്പൊടി. എനിക്ക് ഭാരമില്ല പക്ഷെ ശക്തനായ ഒരാൾക്ക് പോലും എന്നെ പിടിച്ചു നിർത്താനാവില്ല. വളി. ശരിക്കും ഉത്തരം ഇതല്ലേട്ടാ, ശ്വാസം. അതാണ് കറക്റ്റ് ഉത്തരം. ഒരു മൂലയിൽ ഒട്ടിയിരിക്കും, ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യുന്ന വസ്തു. ഓക്കെ സ്റ്റാമ്പ്. ഒരു ഫ്രെയിം ഉണ്ട് പക്ഷെ ചിത്രമില്ല. അപ്പൊ ജിൻഡോനോട് ചോദിച്ചു, ജിൻഡോ ഫ്രെയിം ഉണ്ട് പക്ഷെ ചിത്രമില്ല, കാലുണ്ട് പക്ഷെ നടക്കാൻ പറ്റില്ല, എന്ത് ഉത്തരം? ടി വി ആണോ? ജിൻഡോ ടി വി ആണോ? ടിവിക്ക് എവിടെയുടെ കാല്? നിങ്ങളുടെ കണ്ണാടി എവിടെ? കണ്ണട വെച്ചിട്ടില്ല. അപ്പൊ ലാലേട്ടൻ ജിൻഡോന്റെ കണ്ണട എവിടെ? പോക്കറ്റില്. പോക്കറ്റിൽ വെച്ച് പൊട്ടിച്ചോ നോക്കിയോ? ഇപ്പൊ മാറ്റിയതാ. പോക്കറ്റിൽ വെച്ച് ഞാൻ അത് ഒടിച്ചു കളാ. ഇല്ല ലാലേട്ടൻ ഞാൻ പൂരിതാ എടുത്ത് നോക്കി. ജിൻഡോ കണ്ണട എടുത്ത് കണ്ണട വെച്ചപ്പോ ആ കണ്ണട എനിക്ക് മനസ്സിലായി. എനിക്ക് ഉത്തരം കിട്ടി. കണ്ണട. എനിക്ക് തലയുമുണ്ട് വാലുമുണ്ട് പക്ഷെ എനിക്ക് ശരീരമില്ല. കോയിൻ. അത് കൊള്ളാം. എനിക്ക് കരയാൻ കഴിയും പക്ഷെ കണ്ണുകളില്ല. നോറേനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. കണ്ണീരുണ്ട് പക്ഷെ കണ്ണില്ല. മേഘം. ചൂല്. കൊള്ളാം. ഞാൻ പോകുമ്പോൾ ആർക്കും ഇഷ്ടമല്ല, ഞാൻ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. മാവേലിയാ? വെള്ളം. വെള്ളോ? ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യണേ? വൈദ്യുതി എന്നാണ്, ഇലക്ട്രിസിറ്റി എന്നാണ്.
ശരി ഉത്തരം കറന്റ് ആയിരുന്നു. അപ്പൊ എനർജി ആയിട്ട് കളിക്കാനായിട്ട് ഞാനൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ റൗണ്ട് ഫൺ ഗെയിംസ് കളിച്ചത് കൊണ്ട് തന്നെ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ജിൻഡോ ഒന്ന് പോയിട്ടെടുക്കൂ. വേറൊന്നല്ല, ചേട്ടാ കരിക്കൊഴിച്ച വെറുതെ തൂക്കിട്ടേക്കല കരിക്കൊഴിക്ക്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരാളോട് വിട പറയുക. അത് കഴിഞ്ഞ് എവിക്ഷൻ ആയിരുന്നു. കൊടയുള്ള തേങ്ങ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കാർട്ടൂണിലേ കണ്ടുള്ളൂ. അപ്പൊ നമ്മുടെ ജാസ്മിൻ പറയണ ജാസ്മിൻ ഈ കൊടയുള്ള കരിക്ക് ആകെ കാർട്ടൂണിൽ മാത്രം കണ്ടിട്ടുള്ളതെന്ന്. അവിടെ വെക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർ അപ്പൊ ലാലേട്ടൻ പറഞ്ഞു സ്റ്റോർ റൂമിൽ കുറച്ച് പൂവുകൾ ഇരിക്കുന്നുണ്ട്, അത് പോയി എടുത്തോണ്ട് വരിക. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പൂക്കൾ എടുക്കാം. എല്ലാവരും വന്ന് ഇഷ്ടമുള്ള ഓരോ കളർ എടുക്കാൻ പറഞ്ഞു. നോറ എന്തുകൊണ്ടാണ് മഞ്ഞ എടുത്ത്? നോറേനോട് ഫസ്റ്റ് ചോദിച്ചതെന്നറിയോ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. വയലറ്റ് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കളർ എന്നാണ് പറയണത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ജാസ്മിനെ വയലറ്റ് എന്ന് പറഞ്ഞ ഡേഞ്ചർ കളിയാണല്ലോ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ജാസ്മിൻ അതെന്താ ലാലേട്ട അങ്ങനെ ഒരു ടോക്ക്? കരയിപ്പിക്കുന്ന കളറാണെന്നാണ്. ഓക്കേ ഗൈസ്, ബൈ. ജാസ്മിൻ പോരാലേട്ട പേടിപ്പിക്കാതെ. അപ്പൊ ഗൈസ് ഞാൻ പോകുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബിഗ് ബോസ് പറയും. ലാലേട്ടൻ പറഞ്ഞു ബാക്കി ബിഗ് ബോസ് പറയും. ബിഗ് ബോസ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ പൂവിന്റെ കളറുള്ള പെട്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ആ പെട്ടി തുറക്കുമ്പോൾ ഒരു താക്കോല് കിട്ടും. ആ താക്കോൽ എടുത്ത് അടുത്ത പെട്ടി തുറക്കുക. അപ്പൊ ആ പെട്ടിയുടെ ഉള്ളിൽ ഒരു കളർ തുണി ഉണ്ടാവും. ആ തുണി റെഡ് കളർ ആണെങ്കിൽ നിങ്ങൾ ഔട്ട്, ഗ്രീൻ കളർ ആണെങ്കിൽ നിങ്ങൾ സേവ്. നിങ്ങൾക്ക് ലഭിച്ച പൂവിന്റെ നിറമുള്ള അതെങ്ങനെയാണ് ശരിയാവുന്നേ? ഈ പൂവ് അവരുടെ ഇഷ്ടത്തിനാണ് എടുത്തത്, അല്ലാണ്ട് ബിഗ് ബോസ് ഈ കളർ പൂവ് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞല്ല കൊടുത്തത്. ഇപ്പൊ നോറയ്ക്ക് പകരം ജാസ്മിൻ ആ പൂവ് എടുത്തെങ്കിൽ ജാസ്മിൻ ഔട്ട് ആവും. എടാ പറ്റിക്കലാണെങ്കിലും അതിനൊരു മാന്യത ചെയ്യണം. നിങ്ങൾ കറക്റ്റ് പ്രോപ്പർ വേല് ചെയ്യണം. ഈ ബാക്കി കണ്ടസ്റ്റൻസിന്റെ ബുദ്ധിയിലാന്ന് പറയുന്നത് ഇതാ. ജസ്റ്റ് ഇമാജിൻ ചെയ്യ്, ഈ പൂവ് അവരവരുടെ ഇഷ്ടത്തിന് എടുത്തത്. ഇപ്പൊ എനിക്ക് റെഡ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ റെഡ് ആദ്യം എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പോയി മഞ്ഞ എടുത്തിരുന്നെങ്കിൽ ഞാനാണ് ഔട്ട്. ഈ ബിഗ് ബോസ് വീട്ടിൽ അവർക്ക് ഇതൊരു പ്രാങ്ക് ആണ്, അല്ലെങ്കിൽ ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് ആണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു ഓരോരുത്തരും ഒന്ന് തുറക്കൂ. നോറേനെ ഒന്നും വിളിച്ചില്ല, അഭിഷേകിനെ വിളിച്ചു, ജാസ്മിനെ വിളിച്ചു, അങ്ങനെ ഓരോരുത്തരെ വന്ന് വിളിച്ചു. അവർക്കൊക്കെ പച്ച കിട്ടി, അവരൊക്കെ സേവായി. ലാസ്റ്റ് ഋഷിയും നോറയും വന്നു, രണ്ടുപേരോട് ഒരുമിച്ച് തുറക്കാൻ പറഞ്ഞു. അപ്പൊ ഋഷിക്ക് പച്ച കിട്ടി, നോറയ്ക്ക് റെഡ് കിട്ടി. നോറ ഔട്ടായതിന് ആർക്കും ഒരു ബഹളവും ഇല്ല, ഒന്നുമില്ല. നോറ ഔട്ടായി, നോറ ഇങ്ങനെ നിന്നു. നോറയ്ക്ക് മിൽമയുടെ ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തു. ഫോട്ടോ എടുത്തു, വാതില് തുറന്നു. എല്ലാവരും പറഞ്ഞു പുറത്തിറങ്ങുമ്പോ കാണണം, നീ നന്നായിട്ട് കളിച്ചു, ഒന്നും മനസ്സിൽ വെക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടു. ആകെ ജിൻഡോം സായിയും ജാസ്മിനും അർജുനും മാത്രം ക്ഷയിക്കാണ്ട് കൊടുത്തു. ബാക്കി എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് നോറേനെ ഇറക്കി വിട്ടു. നമുക്ക് നോറയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ലാലേട്ടൻ പിന്നെ വന്നു. നോറ, അനുഷ്കാൻ ഇങ്ങോട്ട് വരാം. നോറ വന്നില്ല. ഓ നോറ നോറ എന്താ പിന്നെയാ ലാലേട്ടാ? ഇവിടെയാണ് നമുക്ക് കാണാം. നോറ ലാലേട്ടൻ പറഞ്ഞു നോറ എവിടെയാന്ന് നോക്കാം. അപ്പൊ നോറേനെ വേറെ റൂമിൽ കൊണ്ടിരുത്തി. ഞാൻ ആലോചിക്കായിരുന്നേ, ഈ സീക്രട്ട് റൂം ടാസ്ക് ഒക്കെ അതും ബിഗ് ബോസ് തീരാറായപ്പോ എന്താ അവസ്ഥയാണല്ലേ. അങ്ങനെ ഞാൻ പോട്ടെ. അവിടെ ചെന്നിട്ട് ടിഷ്യൂ എടുത്ത് കരയുണ്ടാന്നൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്. എനിക്ക് കരയാതെ അവിടെ നിന്ന് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റണില്ല. എന്റെ പൊന്നിനെ പറയാ, ആ റൂമിലാക്കിയിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അവിടെ നിനക്ക് ടി വി വെച്ച് തന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ നീ ഔട്ടല്ലാന്ന്? ഹെഡ്ഫോൺ ധരിച്ച് അവിടെയുള്ള സോഫയിലിരിക്കും. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നോറ സോഫയിലിരിക്കൂ, ഹെഡ്ഫോൺ വെക്കൂ, ടി വി കാണൂ. അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടനെ കാണിച്ചു. ലാലേട്ടൻ വീട്ടുകാരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഒരുപാട് സർപ്രൈസുകൾ അടുത്ത ആഴ്ച. അല്ലെങ്കിൽ അപ്പോഴും ഈ മണ്ടന്മാരായി വീട്ടുകാർ ചോദിക്കുന്നില്ല നോറ എവിടെ, നോറ എവിടെ ചോദിക്കുന്നില്ല. ഒരുപാട് സർപ്രൈസുകൾ. അതെല്ലാം നന്നായിട്ട്. അതിപ്പോ ലാലേട്ടൻ പറഞ്ഞു ഈ വീക്കിൽ ഒരുപാട് സർപ്രൈസുകൾ വരുന്നുണ്ട്, നല്ല തീരുമാനം എടുക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. സർപ്രൈസ് എന്താണെന്ന് നമുക്കറിയാം. പണപ്പെട്ടി ടാസ്ക് വരുന്നുണ്ട് ഈ വീക്കില്. സോ അത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ആർക്കാണ് ആ പെട്ടി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. അങ്ങനെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങാ. ഇപ്പൊ തീരുമാനമൊക്കെ എടുക്കാൻ നമുക്ക് അടുത്ത ആഴ്ച കാണാന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. ശരി, ബൈ, ഗുഡ് നൈറ്റ്. അത് കഴിഞ്ഞ് നാളത്തെ പ്രമോ കാണിച്ചു. നമ്മുടെ നോറ ഒരു പ്രേതത്തിന്റെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീട്ടിലേക്ക് കയറി വരാം. അപ്പൊ കണ്ടസ്റ്റൻസിന്റെ മറ്റേ ഡോർ ലോക്കാ. പ്രേതടാ, ഇത് നോറയല്ലേ? എല്ലാവരും നോക്കി നിൽക്കുന്നൊരു പ്രമോ കാണിച്ചു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഞാൻ ആലോചിക്കായിരുന്നു ബിഗ് ബോസിന്റെ ഒക്കെ ഒരു അവസ്ഥ. ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള കോണ്ടന്റ് അവർ നമുക്ക് തരുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് തട്ടി മുട്ടി ഇതൊന്ന് കഴിഞ്ഞാൽ മതി എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിചാരം എന്ന് തോന്നുന്നു. ഈവൻ എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്. ഇത് ഒന്നുമില്ല, കോണ്ടന്റ് ആയിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ തട്ടി മുട്ടി അങ്ങനെ പോവുക. അപ്പൊ എന്തായാലും
ഇനി വരുന്ന ദിവസങ്ങളിൽ 9 പേരാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത്. 14 ദിവസമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. അവസാനത്തെ ആഴ്ചയാകുമ്പോൾ 6 ആളാവണം. എങ്ങനെ 6 ആളാക്കും എന്നുള്ളൊരു ഐഡിയ ഞാൻ പറയാം. എനിക്ക് തോന്നിയത് ഈ വീക്ക് പണപ്പെട്ടി വരും. പണപ്പെട്ടി വരുമ്പോൾ 9 1 പോവും, അപ്പൊ 8 ആവും. പിന്നെ നെക്സ്റ്റ് വീക്ക് എവിക്ഷനിൽ 2 പേര് പോവും. പെട്ടിന്ന് 2 പോയാൽ 6 ആവും. 6 ഒരു മിഡ് വീക്ക് എവിക്ഷൻ വെച്ച് ഒരാളെ കളയാം. അങ്ങനെ ഫൈനലില് ടോപ്പ് 5 5 ആൾ. എങ്ങനെയുണ്ട് എന്റെ കാൽക്കുലേഷൻ? അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യേ. അപ്പോ നാളെ ക്ലാസ് വർക്കാണ് കുട്ടികളെ. നമ്മുടെ വീഡിയോസ് കാണാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാൻ 86ന്റെ റിയാക്ഷനുമായിട്ട്. അതുവരെ